ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടേ ഇപ്പോൾ ഒരു ശമേര ഗുഹ എന്ന് പറയണത്, അതായത് ബാറ്റ് ക്യാവ്, കുറേ വവ്വാലുള്ള ഒരു ഗുഹ അവിടെ ഉണ്ട് പോകുന്നത്. അപ്പോൾ അതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിൽ നടന്നു പോവാം. അപ്പോൾ നമ്മള് നേപ്പാളി അപ്പോൾ നമ്മള് പിന്നെ വാണിജ്യ മറ്റേ കൊടുക്കാല്ലേ വേണ്ടല്ലേ. ഇതിന്റെ ഉള്ളിൽ കയറാനേ ഇന്ത്യക്കാർക്ക് 80 രൂപയും നേപ്പാളി ടൂറിസ്റ്റിന് 50 രൂപയും ഫോറിനേഴ്സിന് 150 രൂപയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ നമ്മുടെ ഈ കൗണ്ടറിൽ ഇരിക്കുന്ന ആളുണ്ടല്ലോ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അല്ല, അയാൾ എവിടുത്തുകാരനാ? രാജേന്ദ്ര പ്രസാദ് എവിടുത്തുകാരനാ? राधाकृष्ण तो उपराष्ट्रपति राजेंद्र प्रसाद पहले डॉक्टर राजेंद्र प्रसाद, उनका जन्म कहाँ हुआ? അയാൾ എവിടെ നിന്നുള്ള ആളാണെന്നേ? बिहार. ബിഹാർ. ആ അപ്പൊ ഇയാളുണ്ടല്ലോ ആളെ ഒരു സംഭവം. നാം ക്യാ ആപ്കാ ഏക് ബാർ ബോലിയേ? രാജ് ശർമ്മ. ആള് പിന്നെ ഫുള്ള് PSC ചോദ്യങ്ങളൊക്കെ പഠിച്ച് ഇന്ത്യനെ കുറിച്ച് ഫുള്ള് അറിയാം ആൾക്ക്. അപ്പൊ ആള് നല്ല കേരള കാ തൃശ്ശൂർ. क्या काम किया उधर? कौन सा? BN मेनन. हाँ विलियत माधवा मेनन. हाँ कौन सा काम किया उधर? एक कंपनी होता है वो, क्या कोरियर एडवर्टाइजमेंट. हाँ कहाँ प्रोडक्शन होता है साबुन वगैरह. कहाँ है वो कंपनी? काम था कंपनी അസാം. ഓക്കെ. അപ്പോൾ ആളൊരു മലയാളിയുടെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആൾക്ക് ആ ഓക്കെ ടീക്ക് ടീക്ക്. അപ്പോൾ എമർജൻസി ഓക്കെ താങ്ക് യു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ നമുക്ക് വേണ്ടിയിട്ട് 2 എമർജൻസി ഒക്കെ തരും കേട്ടോ അവർ. കാരണം ഈ ഇരുട്ടല്ലേ അതിൻ്റെ ഉള്ളിൽ, ഗുഹേൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ എമർജൻസി എടുത്തിട്ട് നമ്മൾ കൈ പിടിച്ച് കഴിഞ്ഞ് ഗുഹ കയറണം എന്നാണ് പറയണേ. ഇവിടെ മറ്റേ നിപ്പൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലോ, നാട്ടിൽ മൊത്തം നിപ്പാണെന്ന് പറയണ്ടേ. ഇനിയിപ്പോൾ ഇവിടെ നിപ്പൊന്നും ഉണ്ടാവില്ലായിരിക്കും, വൈറസ്. നമ്മുടെ വവ്വാല് അന്നേരം പോയി നോക്കാം. ഇല്ലല്ല, പിന്നിലും മുന്നിലും ഓരോന്ന്. ഇല്ല, അതിന്റെ അടുത്തുനിന്ന് പാറി പോവുക. നമ്മളിതിനുള്ളിൽ കയറി വരുന്നു, പുറത്ത് പറയണ്ട. ഇല്ല പേടിക്കണ്ട, നടക്കേ. അപ്പൊ നമ്മളെ സോരജ് ഭായ് ഇതിന്റെ ഉള്ളിൽ വരുന്നില്ല പറയണേ, നമ്മളോട് പോകാനാ പറയണേ. അച്ഛാനോ ഡേഞ്ചർ ഉണ്ടായി? ഓക്കെ ടീക്കെ. അപ്പോൾ ഇതിങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ. ഇറങ്ങി പോകുമ്പോൾ ഗുണാക്കേവ നല്ലായിരിക്കും. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്തായാലും ഇരുട്ടായിട്ടേ ഇനി ഇവിടുത്തെ വീഡിയോ ഒന്നും കിട്ടില്ല അല്ലേ? അതിങ്ങനെ ഒരു കിണറക്കി, പൊട്ടക്കിണറക്കി ഒരു ഗുഹയൊക്കെ ഇറങ്ങി പോണ പോലെ ഉണ്ട്. അതിനുള്ളത് ഒരു കണക്കാക്കിയിട്ടുള്ള സാധനം വാങ്ങിണ്ടവര്. അപ്പൊ എമർജൻസി ഉള്ളത് കാരണം നമുക്ക് ലേറ്റ് അടിച്ച് ഇങ്ങനെ പോവാം. അതെ, ഇത് ഫുള്ള് നാച്ചുറൽ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. സെറ്റ് ഇടേണ്ട കാര്യമൊന്നും ഇല്ലെന്നല്ലേ? പോരി, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഗുഹേന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട് സൈഡിൽ നിന്ന്.
പിന്നെ നമുക്ക് ഈ ഫുള്ള് കാണുന്ന പോലെ വീഡിയോയിൽ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇരുട്ടാണ്. ചെറിയ എമർജൻസിൻ്റെ ലൈറ്റിലാണ് പോകുന്നത്. അല്ല എല്ലാവരും കൂടെ മുന്നിൽ പോകണ്ട, ഒരു ലൈറ്റ് ബാക്കിലുണ്ടായിക്കോട്ടെ. ആ 2 എമർജൻസിയാണ് അവരടുത്ത് തന്നത്. കുഞ്ഞൊക്കെ കിടന്നൊക്കെ പോകണ്ടോ? ഒരു മിനിറ്റ് ഒന്നും കണ്ട് ലൈറ്റ് ആക്കി. ആണോ? മൊത്തത്തിലൊന്നും കാണല് നടക്കില്ല. എന്തായാലും നമുക്ക് പോയേക്കാം. കുട്ടേട്ടാന്ന് ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് ലൈറ്റ് അടിക്കിട്ടാ. ഒരാള് പോണ ആൾ എന്നിട്ട് അവിടെ നിക്കണേ, മറ്റാള് മുന്നത്തെ ആള് അയറ്റത്താണ് പോണ്ട. പോണവന്റെ പേരെന്തായിരുന്നു? സുഭാഷ്. പുറത്തേക്ക് വഴിയുണ്ട്. ആ ഇക്കൂടെ വഴിയൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഇത് കൂടെ ആദ്യം അറിഞ്ഞു. പോയത് ഇതിനുള്ളിൽ കൂടെ അപ്പൊ മഴക്കാലത്ത് വെള്ളം ഒഴുകുമോ? ഉണ്ടാവും. പോട്ടെ പാമ്പൊന്നും ഉണ്ടാവില്ലേ? വവ്വാലുള്ളടത്ത് പാമ്പുണ്ടാവില്ല. ഒന്ന് പോയപ്പോ പാമ്പോ വേറെ ആരും ഉണ്ടല്ലോ പോണല്ലേ? ലൈറ്റ് അടിച്ചു കൊടുക്കും. ഓ മുകളിലേക്കൊക്കെ ഒന്ന് നോക്കിക്കോളെ. വവ്വാല് വരുന്ന സ്ഥലമായിട്ടില്ല കേട്ടോ ഇപ്പൊ ഇതുവരെയും. ആ വവ്വാലുകളായിരിക്കണു മുകളിലതാ വവ്വാലുകള്. പക്ഷെ ഇവരെന്താ ലൈറ്റ് പറക്കാത്ത? ആ തുരുതുര വവ്വാലുകളാട്ടോ അതില്. അത് ലൈറ്റ് ഒന്നും അങ്ങോട്ടായിക്കേ. അതൊക്കെ തുരുതുര വവ്വാലുകൾ നിൽക്കണ്ടേ. ആ ഓ ഇപ്പൊ വലിയൊരു ഏരിയക്ക് എത്തിയിട്ടാ. അത് ടണൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടണലാ. ക്ലൈംബ് ഓൾഡർ ആൻഡ് ചിൽഡ്രൻ ദിസ് ഏരിയ. അല്ല അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളവർക്ക് കയറാൻ പറ്റും. ഡോണ്ട് ക്ലൈംബ് ഓൾഡർ ആൻഡ് ചിൽഡ്രൻ ദിസ് ഏരിയ എന്ന്. അത് ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ കയറി പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും കയറാൻ പറ്റില്ല. ഒരു സ്മെല്ലുണ്ട് അല്ലേ? മുകളിലേക്ക് നോക്കിക്കോട്ടോ. ആ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി മുകളിലേക്ക് കയറി പോകണ്ട. അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. അള്ളി പിടിച്ചതിന്റെ കാരണം. ഇതുകൂടെ കയറിക്കോളെ. അതുകൂടെ കയറിക്കോളെ. പിന്നെ ഇതെന്താ വെച്ചാൽ മിനിസായിട്ടുണ്ടല്ലോ ഇവിടെ. അനൂപൊക്കെ പോവും. നിങ്ങൾ അനൂപിനെ നിങ്ങൾ നോക്കണ്ട. ആ ചെമ്പ് നോക്കണ്ട. അയ്യോ ഇതിപ്പോ മൊത്തം ഇരുട്ടായി. കോട്ടങ്ങൾ അവിടെ തന്നെ നിന്നോളെ. ഓടല്ലേ അത് അനൂപിന്റെ കയ്യിൽ മൊബൈൽ ലൈറ്റ് ഉണ്ട്. അതാണ് വെറുതെ. ആ അനൂപ് അതിന്റെ ഉള്ളിൽ പോയിട്ടേ ഒരു ഗുഹേന്റെ ഉള്ളിൽ വഴി ഉണ്ടോ നോക്കിട്ട് വരും. ആണോ? ചളിയാ. നമുക്ക് ഇത് കൂടെ പോവാം. അതെ. ഇനിയിപ്പോ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ വീഡിയോ എടുക്കല് നിർത്താം. അല്ല ഇനിയിപ്പോ എങ്ങനെ ഇപ്പൊ ഇത് വീഡിയോ എടുക്കാം? ഒന്നാമത് ഒന്നും കാണൂല. പിന്നെ നമ്മൾ കയറി പോണത് റിസ്ക് അല്ലേ. ഒന്നാമത് വീഡിയോയിൽ ഇതൊന്നും കാണില്ല. ഈ കയറുന്ന രസമൊന്നും വീഡിയോയിൽ കിട്ടില്ല. ചുമരെടുത്തില്ല. ചുമരെടുത്ത് പറഞ്ഞാടുന്നോട്ടെ. ഈ കല്ലൊക്കെ സിമെന്റ് കുഴച്ചിട്ട് അതിലുണ്ടാക്കി വെച്ച മാതിരിക്കുള്ള ഒരു കല്ല് അല്ലേ? ആ ഇത് നമ്മള് ആ പക്ഷെ അത് കുറച്ചും കൂടി വേറെ ഫീലായിരുന്നു അല്ലേ. ഇത് നടക്കാനൊന്നും വലിയ റിസ്ക് ഇല്ല അല്ലേ ഇതുവരേക്കും. ആ കേറി പോകണ്ടിട്ടാ. ഇതിന് മുകളിലേക്ക് കയറി പോവാണല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ എക്സിറ്റിന്റെ അവിടെ എത്തും നമ്മള്.
വഴി ഉണ്ടാവില്ലേ? അപ്പൊ ബാറ്റിന് നമ്മൾ ആ കണ്ട ഭാഗത്ത് മാത്രമേ ബാറ്റ് ഉള്ളൂ. അത് ഡെഡ് എൻഡ് അല്ലേ? ആ ആള് ലൈറ്റ് അടിക്കണ്ട അവിടുന്ന്. നമ്മളെ സ്വരാജ് ഭായി അവിടുന്ന് മുകളിന്ന് ഒരു ലൈറ്റ് അടിക്കണ്ട്. ഇതേ പറഞ്ഞിട്ട് എന്താടാ പറ്റും നിങ്ങൾ ബേജാറല്ലേ. നോക്കോട്ടെ. ഓ ആയിക്കാം. കുളത്തേക്ക് ഞാൻ ചാടല്ലേ. എവിടെ ഓപ്പൺ കാണാൻ നമുക്ക്? അവിടെ ഇപ്പൊ മൂപ്പര് ലൈറ്റ് അടിക്കണം. ആയിക്കോട്ടെ വഴിയില്ല. ആള് ലൈറ്റ് അടിക്കണോടത്ത് കൂടി നമ്മളെങ്ങനെ കേറുക? എവിടെയാണ് ലൈറ്റ് അടിക്കണല്ലോ? അതാണ് ലൈറ്റ് അടിക്കണമെന്നല്ല. അല്ലല്ല അത് പുറത്തത്തെ ലൈറ്റ് അല്ലേ? ഇതല്ല വഴി. അല്ല അനൂപ് നിക്കണ ഫ്രണ്ടിക്ക് വഴിയില്ല. ഓ ഈ പാറയൊക്കെ കണ്ട മഴയാണ്. അവിടെ ചവിട്ട് വഴികൾ കാണാണ്ടല്ലോ. അതിന്റെ ഉള്ളിൽ കൂടെ നോക്കേ. അനു ഫ്രണ്ടിക്ക് തന്നെയല്ലേ വഴി? അനു നേരത്തെ നോക്കേ. അഭിയായക നിങ്ങളാ ലൈറ്റ് കൊണ്ട് ഇങ്ങോട്ട് പോയോ? ഇത് കൂടെ തന്നെയാണോ തോന്നുന്നില്ലേ? ഒരു ലൈറ്റ് കൊണ്ട് പോയോ? അവിടെ ഒന്നുമില്ല. അവിടെ അല്ല അവിടെ ചോട്ട് വഴി ഉണ്ടോ? ലോക്കാണ്, കല്ലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അവിടേക്കല്ല വഴി എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇത് കൂടി അല്ലല്ലോ എന്തായാലും. കൂടെ അത്ര ഭീകരമായിട്ട് വഴി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ നേരത്തെ പോയ വഴിയാണ്. ആണോ? ഒരു മിനിറ്റ്. ഇന്ന് ലൈറ്റ് കൊണ്ടുപോകല്ലേ? അയ്യോ അവര് കണ്ട താഴെ നമ്മളൊരു അധീനത്തിലെത്തിയിട്ടില്ല. ഇനി ഞാൻ മൊബൈൽ എടുത്തേക്കേട്ടാ. ബാറ്റ് കേവിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇനി മസ്താങ്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാ. ഉദർ ദേഖ്നെ കെ ലിയെ ക്യാ ഹൈ ഭായ് സൂരജ് ഭായ്? ഗുഹ ഹൈ മഹേന്ദ്ര. ആ അവിടെ ഒരു ഗുഹയാണ് മഹേന്ദ്ര ഗുഹ. ഗുഹ. അപ്പോ നമ്മളിനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹേന്ദ്ര കേവ്. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ഒരു വില്ലേജ് ഏരിയയാണ്. അപ്പൊ ഇതിനെ ഈ കുറെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ടൂറിസം ഫോറിനേഴ്സൊക്കെ ഇവിടെ വരുന്നതും അതിൽ ഇവര് കുറെ ചെറിയ ചെറിയ കടകളൊക്കെ വെച്ച് ഇവര് ജീവിക്കുന്നതും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. വീടുകളുടെ സൗണ്ടാണ്. क्या है बस उधर से बस सर्विस है? पार्किंग गुफा है ना? हाँ ठीक है. हाँ ഇതിന്റെ മുകളിലേക്കാണ് ഗുഹ. അപ്പോൾ നമ്മളാ മഹാദേവ കേവിന്റെ എൻട്രൻസിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മഹേന്ദ്ര കേവിന്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. എവിടെ മഹാദേവന്റെ വായിക്ക് വന്നത് എനിക്കറിയില്ല. അവിടെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ലോക്കലായിട്ടുള്ള ആളുകളാണ് അധികം കാണാനുള്ളത്. ഇവിടെ പാർക്കിംഗ് സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം അത്ര തിരക്കൊന്നുമില്ല. അവിടെ ടിക്കറ്റ് എത്ര ആയിരിക്കും? മിക്കവാറും 50 രൂപ തന്നെ ആയിരിക്കും. 50 ആയിരിക്കില്ല ടിക്കറ്റ്, 80 ആയിരിക്കും. ഇന്ത്യൻസിന് 80 ആയിരിക്കും ടിക്കറ്റ് അല്ലേ? അതന്നെയാണ് സംഭവം. അതിൽ നമുക്ക് ബാർഗൈനിങ് ഇല്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറാണ്. ഓക്കെ എങ്ങോട്ടാ? ആ 1 2 3 4 5 6 7 അപ്പോൾ ഇതിൻ്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാപ്പ് പറഞ്ഞാൽ വലിയൊരു മാപ്പാണ്. ഇത് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണോ? നമ്മൾ ആ അറ്റത്താണ്. അവിടെ നിന്ന് കയറിയിട്ട് കുറേ കാണാനുണ്ട്. മെഹ്വാൽ ലേക്ക് ഉണ്ട്, ദേവീസ് ഫാൾ ഉണ്ട്, ബാർഹി ടെമ്പിൾ, മഹേന്ദ്ര ബ്രിഡ്ജ്. നോക്കാം, നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. എന്തായാലും ഇപ്പോൾ ഫുൾ മാപ്പൊന്നും നോക്കിയിട്ട് പോക്ക് നടക്കില്ല. നമുക്ക് ഉള്ളിലൊന്ന് പോയി നോക്കാം. പോകാൻ പറ്റുന്നിടത്തേറ്റം പോവാം. ചോദിച്ചോക്കെ ലടുക്കിയിൽ എടുക്കാതെ ആക്കാ ചോദിച്ചോക്കെ. ഡാഡിടാ ഏക്കിൽ എടുക്കുക ഏക്കിൽ എടുക്കാം. ഒന്ന് ദേക്കാം. കൊട്ടല്ലേ അല്ലേ?
അപ്പോൾ കൊട്ടയില്ലാത്ത കാരണം ആ മൂമ്മേൻ്റെ അടുത്ത് നമ്മൾ ഏക്കിലെടുക്കാൻ ചോദിച്ചില്ല. കൊട്ട കാണുമ്പോൾ ചോദിക്കാം. ഇത് മറ്റേ പോലെ തന്നെ ഗുഹേട്ടാ. പിന്നെ മറ്റേ ഗുഹേൻ്റെ ഫുള്ള് കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിലൂടെ പോയിട്ട് മക്കളെ ഇരുട്ടൊന്നുമില്ലാതെ പോയിട്ട് അനൂപിനെ കൊള്ളുന്ന ഒരു തുളണ്ടായിരുന്നു. അനൂപ് അതിൻ്റെ ഉള്ളിൽ കൂടി മുറിയൊക്കെ ആയിട്ട് കയറി പോകുന്നു. ഞങ്ങളൊക്കെ തിരിച്ചു പോയ വഴി തന്നെ തിരിച്ചു പോകുന്നു. ഇവിടെ എന്താണ് അവസ്ഥ? ഇതിനുള്ളിൽ പിന്നെ കുറേ വയസ്സായ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ പ്രശ്നമൊന്നുമില്ലാത്തൊരു സാധനമായിരിക്കും എന്ന് വിചാരിക്കണം. അതെ അതെ. ഇത് പിന്നെ അങ്ങനെ അതിൻ്റെ അത്ര വലിയ ഹൈറ്റ്, അതായത് വ്യാസമൊക്കെ കുറവുള്ള കേവാണ്. അത് ഭയങ്കര വ്യാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചില സ്ഥലത്ത് എത്തുമ്പോൾ ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. ഇത് അത്ര വലുപ്പമില്ലെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റിയ, കൂളായി നടക്കാൻ പറ്റിയൊരു വഴിയാണ്. ഇരുട്ടൊക്കെ തന്നെയാണ്. ഇതിനുള്ളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ? അത് ശരി. ഞങ്ങൾ പറഞ്ഞായിരിക്കേ ഇവിടുത്തെ ആൾക്കാർ ഇതിനുള്ളിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തോ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട്. പൂജ. ഇത് നാച്ചുറലി ഫോം ചെയ്താണോ അതോ ഉണ്ടാക്കിയതാണോ? നാച്ചുറലി ഫോം ചെയ്ത പോലെയാണ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ ഓക്കെ. ഇതിലൊരു ഫോസിൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നാവോ അല്ലേ? നമ്മളെ മോസമ്മയിൽ പോയായിരിക്കും. ഇത് പിന്നെ ഇവിടെ ഒരു ഇതാണ്, ഒരു അമ്പലം മാതിരിയാണ് ഇതിന്റെ അറ്റത്തെ. ഇവരൊക്കെ ഭക്തിയുടെ ഇതായിട്ട് വരുന്നതാണ് ഈ ആൾക്കാരൊക്കെ. കുറെ സിദ്ധി വിനായക ഗണേശ് എന്ന് പറയുന്ന ഒരു ഇതൊക്കെ വെച്ചിട്ടേ വിഗ്രഹങ്ങളും ഫോട്ടോസും ഇതൊക്കെ വെച്ചിട്ട് ഇവർ വന്ന് പ്രാർത്ഥിച്ചു പോവാണ്. അവിടെ നിന്ന് തിരിച്ചു പോകണം. അവിടെ എനിക്ക് പണ്ട് ചിലപ്പോൾ ഗുഹ ഉണ്ടാവും, ഇപ്പൊ ബ്ലോക്ക്ഡ് ആണ് ഇത് വെച്ചിട്ടേ. അപ്പോൾ വേണ്ട ഇവിടുത്തെ ഈ പ്രൊജക്റ്റ് ഇതിന്റെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഉണ്ടാവും 8,589 കോടിയോളാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് റേറ്റ് വരുന്നത്, പ്രൈസ് വരുന്നത്. അപ്പോൾ ആ 8,000 നമ്മൾ ഞെട്ടൂലേ? പക്ഷെ അത് നേപ്പാളി റുപ്പീസിലാട്ടോ. അപ്പോൾ നമ്മൾ ഈ മഹേന്ദ്ര കേവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇനി അവിടെ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നേ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ നടന്നു നോക്കാം അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഇത് വലിയൊരു പ്രൊജക്റ്റാട്ടോ, കുറേ ഏരിയ പരന്ന് കിടക്കുന്ന പ്രൊജക്റ്റാണ്. ഇതിൽ കുറേ പാർക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടക്കാൻ. അപ്പോൾ നമ്മൾ ആ മഹേന്ദ്ര കേവ് എന്ന് വന്നിട്ട് ഇവിടെ ഒരു ഗൂർഖ മെമ്മോറിയൽ മ്യൂസിയം ഉണ്ട് നേപ്പാളിൽ. അപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് 150 റുപ്യാണ് ഇന്ത്യക്കാർക്ക് വരുന്നത്, 150 നേപ്പാളി. അപ്പോൾ ഇവരുടെ ഗൂർഖ പട്ടാളത്തിൻ്റെ ചരിത്രമൊക്കെ വിവരിക്കുന്ന ഒരു മ്യൂസിയമാണിത്. അപ്പോൾ നമ്മുടെ ഗൂർഖ സോൾജേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നേപ്പാളിൻ്റെ വലിയൊരു, അവരുടെ ചരിത്രത്തിലെ വലിയ സ്ഥാനമുള്ളൊരു ഇതാണ്. അപ്പോൾ ഈ ഗൂർഖകളുടെ കുറേ ചിഹ്നങ്ങളുണ്ട് കേട്ടോ. ഈ ഗൂർഖ ഓരോ നമ്മുടെ ഇതിന് തന്നെ മിലിറ്ററിയിൽ തന്നെ ഓരോ റെജിമെൻറ്റിനും ഓരോ ചിഹ്നം എന്ന് പറഞ്ഞതൊക്കെ ഈ ഗൂർഖ പട്ടാളത്തിന് ഓരോ ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. മെയിൻ അവരുടെ ആ ഗൂർഖ കത്തിയാണ് കേട്ടോ, ഗൂർഖ കത്തി. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഉണ്ടല്ലോ, സെക്യൂരിറ്റി ഭീം. आपका नाम एक बार बोलिए. ഭീം ബഹാദുർ പുൻ. അപ്പോൾ ആള് ഇന്ത്യൻ മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ ആള് ഭയങ്കര നമ്മുടെ അടുത്ത് ഭയങ്കര സന്തോഷം. ഓക്കെ, ബഹുത്ത് ഖുഷിയാ. അപ്പോൾ നമ്മളിനി അതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം, ഇതിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. കാരണം ഹിസ്റ്ററി ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്. കാരണം കുറേ മുന്നത്തെ ഓരോ ഗൂർഖ ഓരോ ലെഫ്റ്റനൻറ്റ് കേണൽമാരുടെ ഒക്കെ ഫോട്ടോസും അവരേത് സമയത്തുണ്ടായിരുന്നു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
അതിവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ഒന്നും രണ്ടൊന്നുമല്ല, കുറേ ഉണ്ട്, തുരുണ്ട്. അത് നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ എന്താ വിസിറ്റേഴ്സ് ഡയറി ആണോ? വിസിറ്റേഴ്സ് ബുക്ക് ഉണ്ട്. കാണണ്ടല്ലോ. ഇല്ല, അവർ ഇത് നമ്മളെ കമൻ്റൊക്കെ എഴുതണ്ടേ? അതൊക്കെ നമുക്ക് തിരിച്ചു വരുമ്പോൾ എഴുതാം. റെജിമെൻ്റൽ ഗാലറി എന്ന് പറയുന്നത് മുകളിലാണ്. सशस्त्र सीमा बेल ബ്രിഗേഡ് ഓഫ് ഗൂർഖാസ് ഇൻഫൻട്രി റെജിമെൻറ്റ്സ്. ഓരോ റെജിമെൻറ്റ്സ് കുറേ റെജിമെൻറ്റ്സ് ഉണ്ട്. 8 11 ഉണ്ട് കേട്ടോ. ഉണ്ട് ആസാം റൈഫിൾസ്, ഗൂർഖ റൈഫിൾസ്, 9th ഗൂർഖ റൈഫിൾസ്, അങ്ങനെ ഓരോരുത്തർക്കൊക്കെ ഓരോ ചിഹ്നങ്ങളാണ്. അവരുടെ പഴയ ഡ്രസ്സിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. തിരുവേനി അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ചായ ഇരിക്കണ്ടല്ലോ, അതിൻ്റെ ആ മൂലയില്. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അടിഞ്ഞു തലിയ ഘടകമാണ്. ആ വാളൊക്കെ ഉണ്ട്. വാള്, അവരുടെ ഓരോ മെഡല്, ഷീൽഡ്. ഓ, അവരുടെ അന്നത്തെ കാലത്തെ ഓരോ ബാഡ്ജസും ബെൽറ്റും അവരുപയോഗിച്ചിരുന്ന കുറച്ച് പാത്രങ്ങളും ഓരോ റെജിമെൻറ്റിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളും ഒക്കെ ഉണ്ട്. ചരിത്ര കുതൂഹികൾക്ക് കൗതുകം നൽകുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മളിതൊക്കെ വെറുതെ ഒന്ന് കാണുന്നത് മാത്രം. കുതുകി ഈ ഹെൽമെറ്റ് എന്തായാലും ഇത് പുതിയതാണ്, പുതിയ ടൈപ്പ് ഒരു ഹെൽമെറ്റാണോ ഇതില്? സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റാ? അല്ലല്ലേ? അല്ല, ഇത് എയർക്രാഫ്റ്റ് ഇതിൽ പോകുന്ന അവരുടെ ഡ്രസ്സൊക്കെയാണത്. കവറോളും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ. മെയിൻലി ഫോട്ടോസാണ്, കുറേ ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ ഗൂർഖ റെജിമെൻറ്റ്സ് ഉണ്ട്, അവരുടെ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. If a man says he is not afraid of dying, he is either lying or he is a Gurkha. അതാണ് ഗൂർഖകളുടെ സ്ലോഗൻ. ഇവരുടെ പഴയ കാലത്ത് എൻ്റെ റേഡിയോ എക്യുപ്മെൻസിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ആൻറ്റിനൊക്കെ ഉള്ള അവരുടെ കുറേ കത്തിയും ചെറിയ ചെറിയ കത്തികളും പിന്നെ എന്തൊക്കെ ടോർച്ച് പോലെ സാധനം. പിന്നെ എന്താ പറയുക, റമ്മിൻ്റെ ബോട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന റമ്മായിരിക്കും. ഈ ഗൂർഖ റെജിമെൻസിലുള്ള ആൾക്കാർ പുറത്ത് ഏത് ആർമീൻ്റെ ഭാഗമായിട്ടാണത്? US-ൻ്റെ ആണോ? ആ, എന്തോ ഒരു ഫോറിൻ ഡ്യൂട്ടിയിൽ പോയപ്പോഴേ ഇറാഖിലോ എവിടെ ഇറാഖിൽ ഡ്യൂട്ടി ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയിരുന്ന ഒരു ഡ്രസ്സിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു ഈ ഗൂർഖ റെജിമെൻറ്റിലുള്ള സ്പെഷ്യലിസ്റ്റ് ആൾക്കാർക്ക് ഉള്ള ഈ ലോഗോസ് ഇതാട്ടോ.
എംബ്ലം, എൻജിനീയേഴ്സിനുള്ളത്, സിഗ്നൽസിനുള്ളത്, ലോജിസ്റ്റിക് റെജിമെൻറ്റിനുള്ളത്, പോലീസ് ഫോഴ്സിനുള്ളത്, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇയാളാരാണ്? ബഹദൂർ താപ്പ. അയാള് കുസ്തിക്കാരനായിരുന്നു. ഇതൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന അവരുടെ മാപ്പ് ഓരോന്ന് ഇടാനുള്ളേ, മാപ്പും അങ്ങനെയൊക്കെ ഇടാനുള്ള ബാഗുകൾ, പാത്രങ്ങൾ, ബോട്ടിലുകൾ, ഗ്ലാസ്സുകൾ, തൊപ്പികൾ, ഹെൽമെറ്റൊക്കെ കണ്ടോ? ചട്ടിത്തൊപ്പി എന്നൊക്കെ പറയില്ല നമ്മൾ. പിന്നെ അലുമിനിയത്തിൻ്റെ വാട്ടർ ബോട്ടിൽ, അത് കുറേ സാധനങ്ങളുണ്ട്. അവരെ പിന്നെ ഇതിലെ ബാൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ ഗൂർഖ റെജിമെൻറ്റിലെ, അതിൻ്റെ ഒരു ബ്യൂഗിളോ എന്താണ്, ടെനർ ട്രംബോൺ. ഇത് സാറ്റ്കോമിൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ സിഗ്നൽ സ്ക്വാഡ്രോണാണ്. ഇത് ഇവരുടെ ഏതോ ഒരു റിഫോർമേഷൻ പരേഡ് ഓഫ് 246 ഗൂർഖ സിഗ്നൽ സ്ക്വാഡ്രോൺ, ഹ്യൂൻസ് ഗൂർഖ സിഗ്നൽ. വലിയ ഫോട്ടോ. ചിലപ്പോൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന കുറേ ആളുകളൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. കുറേ ആളുകളൊക്കെ പ്രായമായിട്ട് ഇങ്ങനെ വേറെ റിട്ടയർമെൻറ്റ് ലൈഫിലൊക്കെ ജീവിക്കുന്നുണ്ടാവും. അവരൊക്കെ ഇവിടെ വരുമ്പോൾ അവരുടെ ഫാമിലിയായിട്ടൊക്കെ ഇവിടെ വരുന്ന വരുമ്പോൾ അവർക്ക് ഒരു പ്രൗഡ് മൊമെൻ്റ് അല്ലേ. നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ അടിവശത്ത് അവരുടെ ഒരു സുവനീർ ഷോപ്പുണ്ട്, സുവനീർ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഗൂർഖ കത്തികളാണ് പല സൈസിലുള്ള. അപ്പോൾ അതിൻ്റെ റേറ്റും ഇതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഇത് വിറ്റ് പോയിട്ടുണ്ട്. പിന്നെ അവരുടെ ആ ഇതുണ്ട്, ലോഗോസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കുറച്ച് സിൽവറിൻ്റെ ഒക്കെ ബാഡ്ജുകളുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണുള്ളത്. പിന്നെ ഇവരുടെ കുറേ ബുക്സൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള കുറേ ബുക്ക്, അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ ആ ഗൂർഖ മ്യൂസിയത്തിൽ നിന്ന് ഇറക്കിയിട്ട് വീണ്ടും തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു എവറസ്റ്റ് മ്യൂസിയം ഉണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ പൊക്കാറയിൽ വരുന്ന പല പല സ്ഥലങ്ങളിൽ വരുന്ന ഇതാട്ടോ. അപ്പോൾ ഇനി ഒരു എവറസ്റ്റ് മ്യൂസിയം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം.